നോക്കണ്ടേ നീ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. എന്താ പ്രശ്നം? ഞാൻ പറയണൊന്നും ഇയാൾ കേക്കണില്ല കൊച്ചേ. അത് വലിയൊരു പ്രശ്നമാണ്. എന്താ ഏട്ടാ പ്രശ്നം? എന്താ കേക്കാത്തെ? ഞാൻ പറഞ്ഞു അവള് കേൾക്കണില്ലെന്നേ. അല്ല, നിങ്ങൾ രണ്ടുപേരും പറയണ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കണെങ്കിൽ അത്ര പതുക്കെയാണോ നിങ്ങൾ ഈ സംസാരിക്കണേ? ചേട്ടാ എന്താണ് പ്രോബ്ലം? ചേട്ടാ വലിയ പ്രശ്നമാണ്. ഇവര് ഡൈവോഴ്സിന്റെ വക്കിലാ. ആര്? ഇവര് രണ്ടുപേരും. ഏതിന്റെ വക്കില്? ഡൈവോഴ്സിന്റെ വക്കില്. വക്കിലല്ലേ ആയോളൂ. അവരെ നീ കൊക്കയിലേക്ക് തള്ളി. നീ വാ, അവര് കൊക്കയില് വീഴു. വാ, നമുക്കൊരു കാര്യം ചെയ്യാം. വിഷ്ണുപ്രിയയുടെ ഷെജിറയുടെ പെർഫോമൻസ് കാണാം. അതായിരിക്കും നല്ലത്. ഒരു കൈയടിച്ചാ ഞാൻ ചമ്മില്ല. എന്തിനാണ് ഇപ്പൊ വക്കീലിനെ കാണാൻ വിളിച്ചോണ്ട് വന്നത്? വക്കീലിനെ കാണുന്നതാ? നമ്മൾ തമ്മിൽ പിരിയുന്നു, ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കൂല, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പോണു. തെറ്റുകൾ നീ പറയല്ലേ? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. 2021 കാലഘട്ടത്തിൽ അതെ ആകെ 6 മിനിറ്റ് സമയമുള്ളൂ, വലിച്ചു നീട്ടല്ലേ. ഹോട്ടലിൽ ചപ്പാത്തി വരത്തിരുന്ന ആളെയൊക്കെ കല്യാണം കഴിച്ചാലേ എല്ലാം പരത്തിയേ പറയുള്ളൂ. 2021 കാലഘട്ടത്തിൽ കൊച്ചു കുട്ടികളെ വരെ ഇക്ലിപ്പെടുത്തിയിരുന്ന ഒരു കൊച്ചു പുസ്തകം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. തീ പുസ്തകമല്ലേ? മറ്റേത് പറയാൻ പറ്റൂല. അത് പറയരുത്. അങ്ങനെ ഒരു കൊച്ചു പുസ്തകം നിന്റെ പെട്ടിയിൽ നിന്നും എനിക്ക് കിട്ടി. എന്റെ പെട്ടിയിൽ കൊച്ചു പുസ്തകം? അച്ഛാ, ചേട്ടാ പഠിക്കുമ്പോ ബുക്ക് പോലെ എന്റെ ബാഗിലില്ല. എനിക്ക് കിട്ടി ഓട്ടോ ജാഫർ. അയ്യോ, അതെന്റെ ഓട്ടോഗ്രാഫ് അല്ലേ? നിന്റെ ഈ ഓട്ടോഗ്രാഫ് ഉണ്ടല്ലോ, എന്റെ ജീവിതത്തിന്റെ ഗ്രാഫാണ് താഴ്ത്തി കളഞ്ഞത്. പിന്നെ ഇവളുടെ ഓട്ടോഗ്രാഫിലെ പാരഗ്രാഫ് വായിക്കണം. കണ്ടില്ലായിരുന്നു. നീ കണ്ടില്ലല്ലേ? കാണിച്ചു തരാടി മോളെ. ഞാൻ കാണിച്ചരാം. ഇതെന്തെന്നാടി? അയ്യോ, ശാസ്ത്രം മുന്നോട്ട്, മൂത്രം താഴോട്ട്, നീ എങ്ങോട്ടാടി പറഞ്ഞു പോയത്? എന്റെ കൂട്ടുകാരൻ അലക്സാണ്ടർ എഴുതിയതാണ്. എന്താ അലക്സാണ്ടർ? നീ അലക്സാണ്ടറിന് എന്തെങ്കിലും കൊടുത്തടി? ഞാനൊന്നും കൊടുത്തില്ല. മുഖത്ത് നോക്കി കള്ളം പറയരുത്. സത്യമായിട്ട് ഞാനൊന്നും കൊടുത്തില്ല ചേട്ടാ. പറഞ്ഞിട്ട് മനസ്സിലാവണില്ലെന്ന്. ഇവിടെ പറഞ്ഞിട്ട് മനസ്സിലായില്ല, പിന്നെ ഇവിടെ പോയിട്ടുണ്ട്. നോക്കി പറയാ. ആ മുഖത്ത് നോക്കി പറയടി, നീ എന്താ കൊടുത്തത്? ഒരു പ്രാവശ്യം കൊടുത്തു. എന്ത് കൊടുത്തു? ഞാനൊരു ചൂരൽ വടി കൊടുത്ത്. ശാസ്ത്രം മുന്നോട്ട്, മൂത്രം താഴോട്ട് കളഞ്ഞ ചൂരൽ വടിയാണ് നീ കൊടുത്തത്. അല്ല ചേട്ടാ, ഞാൻ അവനെ ചൂരൽ വടി കൊണ്ട് കൊറേ തല്ലിട്ടുണ്ട്. അപ്പൊ എന്റെ ഓർമ്മക്ക് വേണ്ടി ഞാൻ അവന് ചൂരൽ വടി കൊടുത്ത് അവൻ എല്ലാ ദിവസവും രാത്രി അത് കെട്ടിപ്പിടിച്ചാ കിടന്നുറങ്ങണം. കല്യാണം കഴിഞ്ഞവന്റെ, പക്ഷെ പിള്ളേരില്ല. അതല്ലെങ്കിൽ അങ്ങനെടി, ചൂരൽ പ്രസവിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അത് പോട്ടെ. ഇത് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇംഗ്ലീഷ് അല്ലേ? അതാ പറഞ്ഞത്, ഇത് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. എനിക്ക് അറിയാൻ പാടില്ല. എന്താ അറിയണത്? Catch me if you can. അതിന്റെ മലയാളം പറയടി. പറ്റാങ്കി പിടിച്ചോളാൻ. പറ്റണില്ലല്ലോ. എന്ത്? അതല്ലെന്ന്, ഇത് എഴുതുന്നവരെ പിടിക്കാൻ പറ്റണില്ലെന്ന്. അത് പോട്ടെ. എന്റെ പിടിവെള്ളി പോയ സംഭവം എന്തുവായിട്ടാണ് ഞാൻ ഡിവോഴ്സിന് പ്രധാനമായിട്ടും വരാൻ കാരണം. ടെൻഷൻ ആക്കല്ലേ, പറ. പ്രണയം ട്രൗസർ പോലെയാണ്, ഫ്രണ്ട്ഷിപ്പ് ഷഡ്ഡി പോലെയാണ്. ട്രൗസർ ഊരിപ്പോയാലും ഷഡ്ഡി നമ്മുടെ മാനം കാക്കും. ഇത് ഏതവനാടി എഴുതിയത്? കുട്ടിയാകിൽ എഴുതിയതാണ്. അത് കുട്ടിയാകിലല്ല, ഷഡ്ഡിയാകിൽ. അല്ലെങ്കിൽ ഇത്രയും മ്ലേച്ഛമായ കാര്യങ്ങൾ എഴുതിയാലാ. അയ്യോ, ഞങ്ങൾ അവനെ വിളിക്കണതേ വാഴക്കാപ്പഴം. ചേട്ടാ, അത് മാത്രല്ല അവൻ എഴുതിയ വേറെ ഉണ്ട് ചേട്ടാ, വായിച്ചില്ലേ? എന്താണത്? നീ എന്റേതല്ലേ, ഞാൻ നിന്റേതല്ലേ, മരണം വരെ ഞാൻ നിന്നെ കാത്തിരിക്കുമെന്ന്. അവൻ ഇപ്പഴും എന്നെ കാത്തിരിക്കണ, കല്യാണം പോലും കഴിച്ചിട്ടില്ല. അവന്റെ മരണം ഞാൻ അവനെ കൊല്ലും. എന്തിനാണ് ചേട്ടാ? ഒന്ന് പോടി. ചേട്ടൻ ഈ ലവ് സ്റ്റോറി പോലത്തെ മാത്രമേ വായിച്ചോളാം. ഇതിനകത്ത് എന്തെല്ലാം നല്ല കോമഡി ഉണ്ടെന്നറിയാവോ? ഇത് കേട്ടോട്ടാ. കോസ് തീറ്റ മറന്നാലും ടാൻ തീറ്റ മറന്നാലും ചോറ് തീറ്റ മറക്കരുത്. ഇതാരെ എഴുതി? മനസ്സിലായി. ആരേട്ടാ? നോബി മാർക്കോസ്. പുള്ളിക്കാണ് ഈ തീറ്റയുടെ കാര്യം മാത്രമുള്ളത്. ഞാൻ കണ്ട, ഞാൻ വഴി തെറ്റാ. പക്ഷേ വഴി തെറ്റാത്ത മറ്റൊരു സാധനം ഇതിനകത്തുണ്ട്. എന്തെന്നാടി? നിന്റെ കണ്ണുകളിൽ. അതങ്ങനല്ല, ഞാൻ വായിച്ചുതരാം. നിന്റെ കണ്ണുകളിലേക്ക് ഞാൻ ആദ്യമായി നോക്കിയ നിമിഷം നിന്റെ മായാജാല കണ്ണുകൾ എന്നെ തടവിലാക്കി. എന്തെന്ന്? നിന്റെ മായാജാല കണ്ണുകളെ എന്നെ തടവിലാക്കിന്ന്.
എല്ലാവരും കണ്ടേക്കണേ. കുറച്ച് കഴിയുമ്പോ ഈ കണ്ണിന്ന് 2 വെള്ളരിപ്രാവ്, പല നിറത്തിലുള്ള കൊടകൾ, വാച്ച് പൊട്ടിച്ച് വേറെ വാച്ച് വരും. അവസാനം കണ്ണിന്റെ ഒരു ഫയർ എസ്കേപ്പ് കൂടി ഉണ്ട്. എല്ലാവരും എന്റെ കണ്ണിലെ മായാജാലം അവൻ കണ്ടു. ആ മായാജാലം ഞങ്ങൾക്കൊന്ന് കാണണം. അതിന് വേണ്ടിട്ടാണ്. ഞാനെന്നും അതൊന്നും ഞാൻ പറഞ്ഞില്ല ചേട്ടാ. എന്ത് പറഞ്ഞില്ല? ചേട്ടൻ എന്തൊക്കെ പറഞ്ഞ പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് പറഞ്ഞ പോരെ. എന്ത് പറ്റൂലെന്നടി? എടി എനിക്കൊന്നും ഓട്ടോഗ്രാഫ് ആരും തന്നിട്ടില്ല. ഞാൻ അഭിമാനമുള്ള ആൾക്കാരാണ്. അഭിമാനം മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അതെ, വിദ്യാഭ്യാസം വേണം. 8ാം ക്ലാസ് പഠിച്ചവന് ഓട്ടോഗ്രാഫ് കൊടുക്കാനാണ്. ശരിയാണ്, നിനക്ക് പഠിപ്പ് കൂടി പോയി അതിന്റെയാണ്. അല്ലല്ലോ എന്റെ അമ്മ പറഞ്ഞ ഇതുപോലെ ഒരു കഴിവില്ലാത്തവനെ സ്നേഹിക്കാൻ നിൽക്കരുത്, കല്യാണം കഴിക്കാൻ നിൽക്കരുത്. ആർക്കാടി കഴിവില്ലാത്തത്? നിങ്ങൾക്ക്. എന്റെ കഴിവിനെ കുറിച്ച് അറിയണമെങ്കിലേ എന്റെ നാട്ടിൽ വന്ന് അന്വേഷിക്കണം. ഞാനുണ്ടല്ല വലിയ മരത്തിന്റെ പൊക്കത്ത് റോപ്പ് കെട്ടിട്ട് കാല് മേപ്പോട്ടും കൈ കീപ്പോട്ടായിട്ട് ആടും. ലേയും കമ്പിയുടെ പൊക്കത്ത് ഞാൻ എത്തിപ്പിടിക്കും. തെങ്ങിന്റെ മണ്ടൽ ഞാൻ ഊർന്നിറങ്ങും. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പറയണ പേരെന്താന്നറിയോ? ഇവൻ എന്തിന്റെ കൊഴുപ്പാന്ന്. കൊഴുപ്പില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചേട്ടാ? കുഴപ്പം നിനക്കറിയാമോ? എന്റെ കഴിവ് കണ്ടിട്ട് എന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ സിനിമയിൽ അഭിനയിച്ചു. അഭിനയം കണ്ടിട്ട് സംവിധായകൻ പറഞ്ഞറിയുമോ എന്റെ അഭിനയിച്ചിട്ട് കൂടിപ്പോയെന്ന്. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞ എന്താന്നറിയോ? ഓവർ ആക്ടിങ്. എനിക്ക് മനസ്സിലായി, അത് ഓവർ ആക്ടിങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ ഡയറക്ടർ അടുത്ത് പറഞ്ഞു, സാർ ഞാൻ എന്റെ മറ്റേടത്തെ ടാലന്റ് കാണിക്കുന്നു പറഞ്ഞു. കാണിച്ചു. 2 സീൻ എനിക്ക് കിട്ടി. നിനക്ക് കാണണോ എന്റെ മറ്റേടത്തെ ടാലന്റ്? എന്റെ മറ്റേടത്തെ ടാലന്റ് കാണാൻ ആഗ്രഹമുള്ളവർ കൈവക്ക്. ഞാൻ കാണിക്കാം നിനക്ക് ഞാൻ മറ്റേ പറയുന്നത്. ഈ ഒന്നിൽ കൂടുതൽ കഴിവുള്ള ആൾക്കാർ നമ്മൾ പറയില്ലേ, മൾട്ടിപ്പിൾ ടാലന്റ്. എന്താണ് മൾട്ടിപ്പിൾ ടാലന്റ്? യെസ്, മറ്റേടത്തെ ടാലന്റ്. മൾട്ടിപ്പിൾ ടാലന്റ്. നീ കൂടുതൽ എന്നെ തിരുത്താനിക്കല്ലേ? എടി, എല്ലാ ദിവസവും നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം മുതൽ ആ എണ്ണചേർന്ന ക്ലബ്ബിൽ ആൾക്കാർ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ്. അയ്യോ ചേട്ടാ, എണ്ണചേർന്ന ക്ലബ്ബ് അല്ല, എണ്ണചേതന ക്ലബ്ബ്. ഇവൾക്കത് എണ്ണചേതന ക്ലബ്ബാണ്. പക്ഷെ അവന്മാരെ മട്ടും ഭാവം കണ്ടാൽ അറിയാം എണ്ണ ചേരാൻ വേണ്ടി വരണമെന്ന്. ആ ചിരിക്കുന്നവനെ നിന്നെയും കണ്ടിട്ടുള്ള കൂട്ടം. എന്ത് പറയണെന്ന്? ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. ചേട്ടന് പറ്റില്ല, പക്ഷെ എനിക്കാണെങ്കിൽ റേഷൻ കടയിൽ പറ്റി, ബ്യൂട്ടി പാർലറിൽ പറ്റി, എന്തിനാ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ അടുത്ത് വരെ എനിക്ക് പറ്റാണ്. ചേട്ടാ തല ഇറങ്ങണുണ്ടോ? എന്താ? അയ്യോ, എന്ത് പറ്റി? തലറങ്ങിയല്ലേടി. നീ ഈ പറഞ്ഞ കോമഡി കേട്ടിട്ടേ അത്യാവശ്യം ചാർജ് പോയിട്ടിരുന്ന ബാറ്ററി ഡൗൺ ആയി പോയതാ. ഞാനില്ലട്ടോ. സമാധാനായി. കൗണ്ടർ പറഞ്ഞില്ല, നീ പരിപാടിക്കില്ലെന്ന് പറഞ്ഞില്ലേ? ആ സന്തോഷത്തിൽ ബാറ്ററി ഒന്നുകൂടെ ചാർജ് കേറിയിട്ടുണ്ട്. ഇനി വേണം ഒറ്റ മീറ്ററിൽ സംസാരിക്കാത്ത പെണ്ണോട്ട് എനിക്ക് ജീവിതം തുടങ്ങാനായിട്ട്. ഹലോ, പറഞ്ഞ കേട്ട ആര് വരാനോ? നമ്മൾ തമ്മിൽ ഇഷ്ടം ഒന്ന് പറ കൊച്ചങ്ങട് പറ. ആ റെഡ് അവൾക്കറിയാം. ദയാനല്ലേട്ടോ, മതയാനിയാണ്. ഞാൻ എന്താണ് പറയാൻ വന്നേന്ന് മനസ്സിലായോ? അതെ, നിന്റെ പേര് മഹിളാമണി എന്നല്ല, ജാനുമണി എന്നല്ല. അതെ, കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞെന്താ, നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തേനായിരിക്കും, പാലായിരിക്കും, പാല് പോലെ പരിശുദ്ധമായിരിക്കും. അതിനിപ്പോ എന്താണ് ഞാൻ പറഞ്ഞ കുഴപ്പമെന്താ? പാലാണ്, പാലാകുമ്പോ പിരിയും. ആ തൈര് അല്ല, പാല് പിന്നെ തൈരല്ല ചേട്ടാ. വീട്ടിൽ വിളിക്കുന്ന പോലെ ഫീൽ കിട്ടി. വക്കീലിന്റെ അടുത്ത് പോകുന്നു, നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നു, നമ്മൾ പിരിയുന്നു, നീ അങ്ങോട്ടും ഞാൻ അങ്ങോട്ട് പോകുന്നു. ഇതിന്റെ ലാസ്റ്റ് പേജും കൂടി വായിച്ചിട്ട് വെക്കും. എന്തിനാണ് ഇത്രയും വായിച്ചത്? പോരാ, വായിക്ക്. നീ ഭയങ്കര എവിഡൻസ് ആണ് വക്കീലിന് കൊടുക്കാൻ വേണ്ടി പോണത്. എന്താണത്? ഭൂമി കറങ്ങും, നീയും കറങ്ങും, അവസാനം നീ കറങ്ങി തിരിഞ്ഞ് എന്നിലേക്ക് വന്നു ചേരും. അരുൺ തുളസീധരൻ. ഞാൻ അഡ്വക്കേറ്റിന്റെ പേരൊന്ന് വായിച്ചേ. അരുൺ തുളസീധരൻ. ആ പേരും ഈ പേരും സെയിമ. പേര് മാത്രല്ല, ആള് സെയിമ. ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ എന്നെ അവന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നില്ല മനുഷ്യ. ദൈവമേ, മര്യാദക്കൊന്ന് പിരിയാൻ പോലും സമ്മതിക്കാമല്ലോ. ചേട്ടൻ വായിക്കാത്ത ഒരു ഓട്ടോഗ്രാഫ് കൂടി വീട്ടിലുണ്ട്. ഒന്ന് നിർത്തിക്കറി. ഞാൻ അതെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കുമ്പോഴാണ് പിന്നെ ഓട്ടോഗ്രാഫ് ഉണ്ട് അവള് പറഞ്ഞു. ഇത് നിങ്ങ പാടുന്ന എന്തിനാ? അവിടെ ഷെബിൻ ചേട്ടൻ എന്താ പണി? പാട്ടിട്. എടി, സമയദോഷാണ്. ഇനി വരുന്ന മ്യൂസിക്കിന് ഒരു റൈറ്റ്സ് ഉണ്ടാവൂല. അതുകൊണ്ടാണ് ഞാൻ വാഗോണ്ടിട്ടത് കേട്ടാ. ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ പ്രിയ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക്. 1 മമ്മൂക്ക, 2 ചാക്കോച്ചൻ. പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. പഴയ മിമിക്രിക്കാരനായിരുന്നു. അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ സ്കിറ്റ് കളിക്കണത് വില്ലടിച്ചാമ്പാട്ടിന്റെ കൂടെയാണോ? സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ നിറസല്ലാപം അവസാന ഭാഗം ഏപ്രിൽ 20 ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30.
ചാർജായി പൊട്ടിത്തെറിച്ചു. അത്ര കിടുവായ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. നമുക്ക് നമ്മുടെ നാട്ടുകൂട്ടത്തിനോട് ചോദിച്ചു നോക്കാം ഇവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ജെനുവിനായിട്ട് തുടങ്ങട്ടെ. ബിൻസി ചേട്ടാ ഓ അടിപൊളിയായിരുന്നു. താങ്ക് യു. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ആ. BA പഠിച്ചാലും MA പഠിച്ചാലും ചേച്ചിനെ മറക്കരുത്. പക്ഷെ അവൾക്ക് മറക്കാതിരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ്. ഇഷ്ടംപോലെ അടിപൊളിയായിരുന്നു. Thank you. ശ്രുതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം തൊട്ട് അവസാനം വരെ ഫുൾ ചിരിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാണ്ട് ഇരിപ്പുണ്ട് അവിടെ. കാരണം ഇടയ്ക്ക് നീ ആരാ ജാൻമണി ആണോ എന്ന് ചോദിച്ചു അല്ലേ? റിയാക്ട് ചെയ്യുമ്പോ പറഞ്ഞിട്ട് റിയാക്ട് ചെയ്യണം, എനിക്ക് ഇറങ്ങി ഓടാനുള്ള. അപ്പൊ അല്ല, ഇത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ അഖിലിനെ അവിടെ റീപ്ലേസ് ചെയ്യാൻ വേണോ? അഖിൽ പക്ഷേ എല്ലാം ഓക്കെ. അപ്പാ പറഞ്ഞിട്ട് അത് ഞാൻ കുറച്ച് കാണിച്ചു കൊടുക്കാം. എങ്ങനെയാ അത്? ഇവിടെ വന്ന് കാണിക്കണോ? ഇവിടെ വന്ന് കാണിച്ചോ? കേക്കാം. ബാ. ഇങ്ങനെ പറയുന്നുണ്ട്, കാലിങ്ങനെ വെക്കണം. കാല് ഇങ്ങനെ വെക്കണം, പിന്നെ സാരി പൊക്കണം. ഓ സാരി ആണെങ്കിൽ സാരി. മൂന്ന് പേര് ഇതാണ് ഒറിജിനൽ മൊത്തത്തിൽ കോമഡി ആയിരുന്നു. നല്ല എന്റർടൈനിങ് ആയിരുന്നു ഫുള്ളായിട്ട്. സജീറടാ അടിപൊളിയായിരുന്നു. സജീർ പിന്നെ നോൺ സ്റ്റോപ്പ് ആണ് സജീറിന്റെ. വണ്ടി വിട്ടോല് പോയത് അതിന്റെ കൂടെ വിഷ്ണുപ്രിയൻ രക്ഷ അടിപൊളിയായിരുന്നു. നമ്മളെ കൂടി ഇൻക്ലൂഡ് ചെയ്തു അല്ലേ? അതാണ് അടിപൊളി. ശരി, നമുക്ക് ഇനി നമ്മൾ കാത്തിരുന്നെന്ന് പറയുന്നത് ഇവരുടെ സ്കിറ്റ് അടിപൊളിയായിരുന്നു. ശരിക്കും നല്ല പവർ ഉണ്ടായിരുന്നു. പക്ഷെ ആ പവറിന് എത്രത്തോളം പണം നേടി എന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. വാ തിരിഞ്ഞു നോക്കാം. ₹50,000. 50,000. ആളിയ വരവ് പൊളിച്ചു. കിടാം. സന്തോഷായില്ലേ? വേറൊരു കാര്യം കൂടെ ഞാൻ നോട്ടീസ് ചെയ്തതാണ്. അതായത് നമ്മൾ ഈ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4.5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഒരു പക്ഷേ ഈ 50,000 എത്തിയിരുന്നെങ്കിൽ നമ്മുടെ അടുത്ത ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഒരു ബാറ്ററി കൂടെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരെണ്ണം വന്നേനെ. പക്ഷെ ഇത് അത് നടന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അടുത്ത തവണ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഈ ചിരിപ്പിക്കുന്ന നമ്മൾ ഒരുപാട് നേരത്തെ ചിരിച്ച് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ 75,000 നെക്സ്റ്റ് ബാറ്ററിയും വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ബാറ്ററി ഡബിൾ ബാറ്ററി. അപ്പൊ ഡബിൾ പാക്ക് ആയിട്ട് വരണം. ഉറപ്പായിട്ടും നമ്മൾ രണ്ടാമത്തെ ബാറ്ററി എടുപ്പിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവരുണ്ടാവും ഉടനെ. ഉണ്ടാവട്ടെ. പൈസ വരട്ടെ. ആ നമ്പര് മാറി എന്റെ ഫോണിലേക്ക് വരണേ. ചേച്ചി എല്ലാം വാരിക്കോരി കൊടുത്തില്ല, അവസാനം വണ്ടിക്കൂലിക്ക് ഞങ്ങളുടെ ചോദിക്കല്ലേ? ഒരു കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കണ്ടാൽ എന്തായാലും നമ്മൾ എല്ലാരും കൊടുത്തോളൂ അല്ലെ? എന്തായാലും സെൻഡ് ചെയ്യുമ്പോ ഇതുവഴിയല്ലേ പോണ? അല്ല, ഒരു 15 ഇതുവഴി. ഓക്കെ, ഫോണിലെ ക്ലിങ് എന്ന് വരുന്ന ഒച്ച കേൾക്കുമ്പോ ഒരു സമാധാനം അല്ലേ? ഇത് അയക്കാണ് 50,000. ആദ്യമായിട്ട് എന്റെ അക്കൗണ്ടിൽ 50,000 വരുന്നത്. കേട്ടോ? കൊള്ളാം. അപ്പൊ അടുത്ത തവണ നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഒരു ബാറ്ററി കൂടെ വരാൻ സാധിക്കട്ടെ. 75,000 നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.